ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി എം പി, കേരള കോൺഗ്രസ് എം ചെയർമാൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസ് കെ മാണി എം പി, ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ താങ്കൾ അതിൽ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. ഒപ്പം ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് എം ഡൽഹിയിലടക്കം സമരങ്ങളൊക്കെ നടത്തിയതാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട്. ഈ സർക്കാർ ഇടപെടലുകൾ എവിടെയാണ് പാളുന്നത് ശ്രീ ജോസ് കെ മാണി? ഇതുമായി ഇപ്പോൾ ഈ തൊട്ടടുത്ത് ഇപ്പോൾ കാളിയാറ് നടന്ന സംഭവം മാത്രമല്ല, എന്റെ തൊട്ടടുത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കോന്നിയിൽ നടന്ന സംഭവം, അതിന്റെ ഒരാഴ്ച മുമ്പ് നടന്ന നമ്മുടെ വണ്ണപ്പുറത്ത് നടന്ന സംഭവം, ഇത് തൊമ്മൻകുത്ത് അവിടെ നടന്ന സംഭവം, ഇതെല്ലാം സമാനമായി അവിടെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അത് അടിച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെ ഒരു ശത്രുവിനെ പോലെ, ജനങ്ങളെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത് പോലെയാണ് അതിനകത്ത് ഇവരൊക്കെ ആക്ട് ചെയ്യുന്നത്. ഇതിപ്പം അവിടെ വന്നു ഈ പറഞ്ഞ ഇന്നിപ്പം നടന്നത് വനം വകുപ്പ്, ഇപ്പോൾ ഞാൻ യാത്രയായതുകൊണ്ടാണ് ഇടയ്ക്ക് വാക്കുകൾ മിസ്സാകുന്നത്. ഇപ്പോൾ അവിടെ വന്ന് ഒരാള് മരണമടഞ്ഞു. ആ മരണമടഞ്ഞത് ഒരു തൊഴിലാളിയല്ല, പാട്ടത്തുനിന്ന് കൃഷി ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നതാണ്. സഹോദരന്റെ മുമ്പിൽ വെച്ചാണ് ഒന്ന്. 2, മറുവശത്ത് ഇപ്പോൾ കോന്നിയിൽ നടന്നത് ഇലക്ട്രിഫിക്കേഷൻ നടത്തി അവിടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 3, അതോടൊപ്പം തന്നെ ഇപ്പോൾ തൊടുപുഴ ഉണ്ടായിരിക്കുന്ന സംഭവം, അത് 77 മുമ്പ് 50 വർഷക്കാലമായി കൈവശമുള്ള ഭൂമി, അവിടെ അംഗൻവാടിയും ക്ഷേത്രവും മറ്റെല്ലാമുള്ള ഒരു പ്രദേശത്ത് ഉടനെ വന്ന് കുരിശെടുത്ത് മാറ്റുന്നു. മാത്രമല്ല, ഒരു മതത്തിന്റെ, ഏത് മതമാകട്ടെ, അതിന്റെ ചിഹ്നത്തെ തന്നെ അവഹേളിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇതെല്ലാം വലിയ ഒരു ശത്രു മനോഭാവത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു കാര്യമുള്ളത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുള്ളത്, ഈ പറയുന്ന വന്യമൃഗത്തിനെ ആ വനത്തിനകത്ത് അതിനെ നിലനിർത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം വനവകുപ്പിനുണ്ട്. പുറത്തേക്ക് വന്നാൽ അതിനെതിരെ ഈ വനവകുപ്പിനെതിരെ നടപടി എടുക്കണമല്ലോ, അവരുടെ ഉത്തരവാദിത്വമല്ലേ. എന്തിനാണ് ജനങ്ങൾക്കെതിരെ കുറ്റപ്പെടുക? അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുള്ള. നിയമപരമായി ഞങ്ങള് ഡൽഹിയിൽ പോയി, അവിടെ പോയി നമ്മുടെ വനവകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, അവിടെ ട്രെഞ്ച് കുഴിക്കുന്നത്, കോമ്പൻസേഷൻ കൊടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ വേറെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുള്ള, നിയമത്തിലുള്ള ഒരു കാര്യമാണ്. ആ നിയമത്തിൽ പറയുന്നത് 11(2) പറയുന്നത്, വന്യമൃഗം പുറത്തേക്ക് വന്നാൽ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഈ പറയുന്ന വന്യമൃഗത്തിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ, കൊല ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ നടക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, ആ നിയമത്തിനെ മിസ്യൂസ് ചെയ്യുവാണ്. എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുന്നത്? ഒരു പ്രിസംഷൻ കൊടുക്കുകയാണ്. ആ പ്രിസംഷൻ കൊടുക്കുന്നത്, നിങ്ങൾ വന്യമൃഗത്തിനെ ഉപദ്രവിച്ചാൽ, കൊന്നാൽ നിങ്ങൾ കുറ്റക്കാരനാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത്. സാധാരണ രീതി അങ്ങനെയുള്ള ആക്ടുകൾ എന്ന് പറയുന്ന പോസ്കോ കേസുണ്ട്. ഇപ്പോൾ കൈവശം മയക്കുമരുന്ന് വെച്ചാൽ ഉടനെ കുറ്റക്കാരനെ ശിക്ഷിക്കപ്പെടാം. അതോടൊപ്പം തന്നെ നമ്മുടെ അങ്ങനെയുള്ള ആ കേസുകൾ വരുമ്പോൾ ജാതിപ്പേര് വിളിച്ചാൽ, ഇങ്ങനെ 2-3 കേസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേ മാതൃകയിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഒരിക്കലും നടത്താൻ പാടില്ല. വാസ്തവത്തിൽ ഇവർ ചെയ്യുന്നത് തെറ്റാണ്. അതിനൊരു ഡയറക്ഷൻ കൊടുക്കണം. ആ ഡയറക്ഷൻ ഇന്ന് മിസ്ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇത് മിസ്യൂസ് ഓഫ് പവറാണ്. അതിനൊരു ഡയറക്ഷൻ കൊടുക്കണം എന്ന് കേന്ദ്രത്തിനോട് പറഞ്ഞു. കേന്ദ്രത്തിന് ഒരു തരത്തിൽ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഡെലിബറേഷൻസ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇതിനകത്ത് ഒരു ഡയറക്ഷന്റെ ആവശ്യമുണ്ട്. അത് നിയമപരമായും ആ ഡയറക്ഷൻ കൊടുക്കാം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 63 പ്രകാരം നിയമപരമായി അത് കൊടുക്കാനും കഴിയും. അത് കേന്ദ്രമാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ഇപ്പോൾ ആ കുരിശിന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ ഈ പറയുന്ന അവിടെ PWD വഴിയുണ്ട്. അത് നോട്ടിഫൈ ചെയ്തതും അതോടൊപ്പം തന്നെ വനമാണ്, റിസർവ് ഫോറസ്റ്റ് ആണെങ്കിൽ അവർ കേസെടുക്കട്ടെ. പക്ഷെ ഇത് നോട്ടിഫൈ ചെയ്ത ജണ്ട ഇപ്പുറത്തെടുത്തിടേണ്ടതാണ്. കോന്നിയിൽ എന്താണ് സംഭവിച്ചത്? അത് ഇലക്ട്രിഫിക്കേഷൻ നടത്തി അത് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അതല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസുകളിലെല്ലാം ഒരു ഉത്തരവാദിത്വം ഇന്ന് വനം വകുപ്പിനുണ്ട്. അവർക്ക് ഇത് കാര്യക്ഷമതയായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണം. പോലീസിന്റെ ജൂറിഡിക്ഷൻ ഇതല്ല. എന്തുകൊണ്ട് അവർ ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു കറക്ഷൻ ഉണ്ടായെങ്കിലേ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. ശരി, വളരെ നന്ദി ശ്രീ ജോസ് കെ മാണി എം പി. ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന് അതിഥികളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.